ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ തൻ്റെ കൈവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ഉടൻ തന്നെ കാര്യം എന്താണെന്ന് ഏകദേശമൊക്കെ നന്ദിനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദിനി പെട്ടെന്ന് പറയുകയാണ്, ദേ ഞാനങ്ങ് പോട്ടെ എന്നിങ്ങനെ സൂര്യയോട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം സൂര്യ പറയണ, അനുവദിക്കില്ല, നീ എനിക്കൊരു കോഫി ഇടേ എന്ന് പറഞ്ഞിട്ട് സൂര്യ കൊണ്ടുപോയിരിക്കുകയാണല്ലോ. ഇതേ സമയം ഇന്ദ്രജയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ചെന്നിട്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്? പത്മ ചോദിക്കണേ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? എൻ്റെ മോൾ എന്തിനാ എങ്ങനെ പിടഞ്ഞ് കരയുന്നത്? എന്താ അതിന് മാത്രം ഉണ്ടായത്? എനിക്കറിയില്ല അമ്മ, എനിക്ക് കൈ വലിക്കുന്നു, എനിക്ക് വേദന കൊണ്ട് പുളയുന്നു. അപ്പോഴേക്കും യതീന്ദ്രൻ ചോദിക്കണേ, എന്താ മോളെ, എവിടെയാണ് വേദന? നോക്കട്ടെ. അയ്യോ, തൊടലേ തൊടലേ തൊടലേ, എനിക്ക് വേദനയാവുന്നു, എനിക്ക് സഹിക്കുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജ് പറയണ, മമ്മി ഇവൾക്ക് എന്താ ഇപ്പോൾ പറ്റിയത്? ഇവളിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, പെട്ടെന്ന് ഇവളുടെ കൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ഇവൾക്ക് എന്താ? അപ്പോഴേക്കും അവിടെ വിജയ് ഒരുമാതിരി ആളെ പേടിപ്പിക്കുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്, ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ഒരു ഭാഗം കുഴയുന്നോ, അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ ചിക്കൻ ബോക്സ്. അപ്പോഴേക്കും അയ്യോ അമ്മേ, മമ്മി എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ വിജയോട് ദേഷ്യപ്പെടണം കേട്ടോ. പത്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞ് ഭയപ്പെടുത്തല്ലേ, ഓരോരോ കഥകൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ് പറയണേ, മമ്മി എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളിങ്ങനെ സ്റ്റെയറിൽ വരുന്ന സമയത്ത് സ്റ്റെയർ ഇറങ്ങി വരികയോ പിന്നീട് അവളുടെ കൈ വെട്ടാൻ പറയുകയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി, എവിടേക്കോ വെച്ച് ഇടിച്ചതിന് ശേഷം. അപ്പോഴും വേദക്കറിയണം കേട്ടോ, അയ്യോ എനിക്ക് പേടിയാവുന്നത്. അപ്പോഴേക്കും യതീന്ദ്രൻ ചൂടാവണേ, എൻ്റെ ഇന്ദ്രജി ഈ സമയം നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഇവളെ പേടിപ്പെടുത്തുന്ന എന്തിനാ മോളെ? ഞാൻ നിൻ്റെ കൈയൊന്ന് തൊട്ട് നോക്കട്ടെ എന്ന് പറയുമ്പോൾ, വേണ്ട വേണ്ട, എൻ്റെ കൈ തൊടുന്ന എനിക്ക് നന്നായി വലിക്കുന്നു, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് വേദന കൊണ്ട് പൊളയുന്നു, എനിക്ക് കൈ താഴത്തും മേലോട്ടും വെക്കാൻ വയ്യ, അയ്യോ എന്ന് പറഞ്ഞ് അലറുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യയാണെങ്കിൽ കോഫി കുടിച്ച് നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് തൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സൂര്യയോട് നന്ദിനി പറയണേ, സാറേ സാറിൻ്റെ സിസ്റ്റർ അല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ എന്തിനാ പോയി നോക്കിയിട്ട് ഇവിടുത്തെ വേലക്കാരി പോയി എന്നുള്ള ആ ഒരു പേര് നിനക്ക് കേൾക്കാനോ? വേലക്കാരി തന്നെയാണ്, അതുകൊണ്ട് വേലക്കാരിയുടെ റോള് ചെയ്താൽ മതി. ഇവിടെ നീ ആർക്കും എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ല. വേലക്കാരിയുടെ ആ സ്ഥാനം നിനക്ക് തരുന്നെങ്കിൽ അവർക്ക് നീ അത്ര അത് കൊടുത്താൽ മതി. അവരോട് നീ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും അവർ നിന്നെ അംഗീകരിക്കില്ല. അത് നീ മനസ്സിലാക്കിയ നിനക്ക് നന്ദി. നീ എന്തിനാ അവർക്ക് വേണ്ടി ഓരോന്നും ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്? എന്നിട്ട് അവർ നിന്നെ അംഗീകരിക്കുന്നുണ്ടോ? നീ ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നിട്ട് നീ അവളെ കുളിപ്പിക്കുകയൊക്കെയാണ് ചെയ്തതെന്ന് എൻ്റെ മമ്മി പറഞ്ഞു. പക്ഷേ നിന്നെ ആ വേലക്കാരിയുടെ റോളിൽ നിൽക്കുന്നുണ്ട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത അവരുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി നീ പോകുന്നത്? വേണ്ട വേണ്ട, നീ പോണ്ട, നീ ഇവിടെ നിന്നാൽ മതിയെന്ന് പറയുന്നു കേട്ടോ. അത് കേട്ടോടെ തന്നെ നന്ദിനിയാണെങ്കിലോ അങ്ങനെ അപ്പുറം നോക്കണം കേട്ടോ. അപ്പോഴും വേദ അയ്യോ കൈ വലിക്കുന്നേ എന്ന് പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ. അയ്യോ സാറേ, സാറിൻ്റെ സിസ്റ്ററല്ലേ, നീ എൻ്റെ സ്വഭാവം മാറ്റണ്ട നന്ദിനി. നീ അവളുടെ അരികിലോട്ട് പോയി കഴിഞ്ഞാലല്ലേ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. ഇനി അവർക്ക് നീ ഒരു ഉപകാരവും ചെയ്യേണ്ട എന്ന് പറയും കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനിക്ക് യാതൊരുവിധ സമാധാനവുമില്ല. അപ്പോൾ ഉടൻ തന്നെ സൂര്യ ബാത്റൂമിലോട്ട് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് പറയുന്നുണ്ട്, ഞാൻ ബാത്റൂമിലോട്ട് പോകുന്ന സമയം കൊണ്ട് നീ അവിടെ എത്തി നോക്കാമെന്നോ അവരുടെ അടുത്തോട്ട് ചെല്ലാമെന്നോ നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദിനി നീ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് സൂര്യ ബാത്റൂമിലോട്ട് പോകാൻ കേട്ടോ. ഇതേ സമയം നന്ദിനിയാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പത്മ എന്തായാലും ഒരു ഡോക്ടറെ വിളിച്ച് വിജയ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഏകദേശം വരുന്ന സമയമായി, പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വിജയെ താഴത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറോട് പത്മ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് എന്താണെന്ന് അറിയില്ല, പെട്ടെന്നൊരു കൈക്കൊരു വേദന, അവൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിരിക്കുകയായിരുന്നത്, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ആ വഴി തന്നെയാണ് പോകുന്നത്, ഇപ്പം എത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി എത്തി നോക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പോകുന്ന രംഗമാണ് കേട്ടോ നന്ദിനി കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നതിനോടുകൂടി സൂര്യ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് കാണുന്ന നന്ദിനി പെട്ടെന്ന് അപ്പുറത്തോട്ട് ഓടിയെത്താൻ ശ്രമിക്കുമ്പോഴേക്കും സൂര്യ കാണുമല്ലോ ഡോറിൻ്റെ അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്നിട്ട് തന്നെ മുടി ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ് കേട്ടോ. ഉടനെ തന്നെ സൂര്യ ചോദിക്കാൻ, നന്ദിനി നീ എന്നെ കബളിപ്പിച്ച് അവളുടെ റൂമിലോട്ട് എത്തി നോക്കാൻ പോയതല്ലേ? വേണ്ട, നിൻ്റെ അല്ല സാറേ, എൻ്റെ മുടി കേടുവന്നിരുന്നു, അത് ഇരുന്നതാ. എന്ത് കേട് വന്നാലും എന്തായാലും ശരി, വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, താഴോട്ട് വാ എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ, അത് സാറേ സാറിൻ്റെ
പെങ്ങളല്ല അവിടെ കിടന്ന് കരയുന്നത്. എന്തുമാത്രം അവർ വേദന കൊണ്ട് പുളയുന്നു, അവർ എത്രമാത്രം വേദന കൊണ്ട് കരയുന്നു. ആ കരച്ചിലിന് എന്താ സാറ് ഒരു പ്രാധാന്യം? കാര്യമില്ല, നോക്കിയിട്ടും കാര്യമില്ല, നന്ദിയില്ല. എന്തെങ്കിലും ഒരു നന്ദി നിനക്ക് അവർ തരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ അവരെ നോക്കുന്നത്? അവരായി അവരുടെ മക്കളായി എന്തെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ സഹോദരിയും എൻ്റെ രക്തബന്ധമൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ആ രക്തബന്ധത്തിനെ ഗുണം അവരും കൂടി കാണിക്കണം. അത് പറഞ്ഞിട്ട് നന്ദിനിയെ താഴോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഇതേസമയം സൂര്യക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്ദി കൊടുക്കുകയാണ്. എന്നാൽ ഡോക്ടർ വരികയാണ്. വേദയെ പരിശോധിക്കാൻ നോക്കട്ടെ, നിൻ്റെ കൈക്ക് വല്ല ചതവോ ഇടിവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോഴേക്കും വേദ പൊട്ടി പൊട്ടി കരയുണ്ടോ. അയ്യോ എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് വേദന സഹിക്കുന്നില്ലേ, എനിക്ക് സഹിക്കുന്നില്ലേ, എനിക്ക് സഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ ഉടൻ തന്നെ അയ്യോ എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്ന് പത്മ ചോദിക്കാനായിട്ട്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അവൾക്ക് ചിക്കൻ ബോക്സ് വന്നതിൽ എന്തെങ്കിലും അടി കിട്ടിയതായിരിക്കുമോ? അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ചിക്കൻ ബോക്സ് വന്നു, കുളി കഴിഞ്ഞു, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൈക്ക് ഒരു ക്ഷതമേറ്റതുപോലെ, അടി കിട്ടിയതുപോലെ, എവിടെയെങ്കിലും തടിപ്പുള്ളതുപോലെ, നീരുള്ളതുപോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായിരിക്കും? അപ്പോഴേക്കും ഇന്ദ്രജ പറയണേ, എന്നാൽ നമുക്കൊരു MRI സ്കാനിങ് എടുത്താലോ എന്നിങ്ങനെ ഇന്ദ്രജ പറയണം കേട്ടോ. അത് കേട്ട ഉടനെ വേദ അയ്യോ എൻ്റെ കൈ MRI സ്കാൻ അല്ല, ഇനി ഇവിടെ കൈ മുറിച്ച് മാറ്റി അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ, അല്ലെ പഴുപ്പോ ഉള്ളിലൂടെ വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റും. അപ്പോഴേക്കും വേദ വീണ്ടും കരയട്ടോ. അയ്യോ എനിക്ക് പേടിയാവുന്നേ. അത് കേട്ട ഉടനെ പത്മ, ഇന്ദ്രജ നിൻ്റെ സംസാരം കുറച്ച് അതിരി കിടക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുക. ഇവളങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുമ്പോൾ അല്ല മമ്മി ഞാൻ പറഞ്ഞത് അല്ല, ഇവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സംസാരം തുടങ്ങണം കേട്ടോ. ഈ കുട്ടിക്ക് ഞാൻ തൽക്കാലത്തേക്ക് ഒരു മരുന്ന് എഴുതാം, അത് കഴിച്ചിട്ട് പെയിനിനുള്ള മരുന്നാണ്, അത് കഴിച്ചിട്ട് ഭേദമില്ലെങ്കിൽ എന്തായാലും ഇവർ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലൂടെ വല്ല കേടും വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു MRI സ്കാനിങ് എടുത്തേക്കാന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വേദ അയ്യോ മമ്മി എൻ്റെ കൈക്ക് എന്താ പറ്റിയത് മമ്മി, എനിക്ക് വയ്യ, എനിക്ക് കരയാം. എന്താ നീ വല്ല കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയുന്നത്? പിന്നെ മമ്മി കൊച്ചു കുഞ്ഞായോക്ക്, അപ്പം മമ്മിക്കറിയാം മമ്മി കൊച്ചു കുഞ്ഞ്, മമ്മിയുടെ കയ്യിൽ കാണുന്ന വേദനയെങ്കിൽ മമ്മി കൊച്ചു കുഞ്ഞിനെ പോലെ കരയില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അത് കേൾക്കുന്ന യതീന്ദ്രൻ പറയണം നീ ഒന്ന് അടങ്ങ് മോളെ, എന്തായാലും മാറുമായിരിക്കും, സമാധാനപ്പെടുമെന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും സൂര്യ പോയിരിക്കുകയാണ്. ഈ സമയം നന്ദിനി ഓടിങ്ങോട് വരികയാണ് കേട്ടോ അവരുടെ റൂമിലോട്ട്. അപ്പോഴേക്കും നന്ദിനിയെ കണ്ട ഇന്ദ്രജയും പത്മയും ദേഷ്യത്തോടു കൂടി നോക്കണം. അവൾ വന്നിരിക്കുന്നു, അവളുടെ ഒരു വരവ് എത്തിനോട്ടം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയം കാണാം ഇപ്പുറത്ത് ഇങ്ങനെ യതീന്ദ്രൻ ആ മോളെ. അപ്പോഴേക്കും നന്ദിനി പറയണേ, യതീന്ദ്രൻ സാർ ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. നന്ദിനി എന്താച്ചാ പറഞ്ഞോ, നീ ഒരു കാര്യവും പറയണ്ട, ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതി. അപ്പോഴേക്കും വേദയും പറയണം ഒന്ന് പോയി തന്നാൽ മതി എന്ന് വേദ എന്നോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നന്ദിനി പറയണേ, ഞാനൊരു കാര്യം പറയുന്നെങ്കിൽ ഒന്ന് പറയാൻ അനുവദിക്കോ. അത് കേട്ട ഉടനെ പത്മ, നിന്നോട് ഈ റൂമിലോട്ട് വരാൻ ആരാ പറഞ്ഞത്? നാണോ മാനോ ഇല്ലാതെ എന്തിനാ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് പത്മ. ഇന്ദ്രജയും പറയണേട്ടോ, ഇനി അവൾ വലിയ കെട്ടിലമ്മ ചമഞ്ഞാൻ വേണ്ടിയായിരിക്കും, ഇനിയിപ്പോൾ പേരെടുക്കാനായിരിക്കും വന്ന് കയറിയിട്ടുണ്ടാവുക എന്ന് ഇന്ദ്രജ പറയണം കേട്ടോ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണം ഒന്ന് മിണ്ടാതെ നിൽക്ക്, ഇവൾ പറയാനുള്ളത് എന്തെന്ന് പറയട്ടെ, അതിന് ശേഷം ആവാം എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയാണ്, അത് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തുലച്ചിട്ട് പോയിക്കോ എന്ന് പത്മ പറയണം കേട്ടോ. അപ്പോൾ നന്ദിനി പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ വേദ മേഡത്തിന് കിട്ടിയിരിക്കുന്നത് ദൈവകോപമാണ്. കാരണം ദേവിയുടെ നടക്കൽ പൂജയിലിടാൻ വെച്ചിരുന്ന ആ പണം എടുത്തിട്ടാണല്ലോ, കയ്യിൽ കെട്ടാൻ ഒരുങ്ങിയത് എടുത്തിട്ടാണല്ലോ മേഡം എറിഞ്ഞത്. അപ്പോൾ മേഡം എൻ്റെ കയ്യിൽ കെട്ടിയ ഈ തുണി മേഡത്തിൻ്റെ കൈകളിൽ കെട്ടിയാൽ തീർച്ചയായും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും. അത് കേട്ട ഉടനെ നിൻ്റെ വേസ്റ്റ് കെട്ടലാടി എനിക്ക് പണി, എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പണിയില്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മ പറയുന്നത് ശരിയാണ്, എൻ്റെ കുഞ്ഞ് നിൻ്റെ ശരീരത്തിൽ തൊട്ട തുണികളൊന്നും എൻ്റെ കുട്ടിക്ക് കെട്ടേണ്ട ആവശ്യമില്ല, അവളുടെ ഒരു അന്ധവിശ്വാസം. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ യതീന്ദ്രൻ പറയണേ, ഇതൊക്കെ ദൈവകോപങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഒരു കാട്ടുമൂലയിലും ആളും മനുഷ്യന്മാരും കാണാത്ത ഒരു അങ്ങനെയൊക്കെ രീതിയിൽ ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയും. അതൊന്നും കേട്ട് നിങ്ങൾ ഇതാവേണ്ട. അപ്പോഴേക്കും ഇന്ദ്രജ് പറയാൻ ശരിയാണ് മമ്മി, ഇവള് ആളാവാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടാണ്. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണ എന്താളോ എന്തോ ആയിക്കോട്ടെ, ഇവള് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ, ഒന്ന് കെട്ടി നോക്കിക്കൂടെ വേദയുടെ കൈകളിലോട്ട്. അപ്പോൾ പത്മ പറയണേ, എൻ്റെ കുഞ്ഞിൻ്റെ കൈമേലൊന്നും കെട്ടണ്ട, ഇപ്പം എന്തായാലും മരുന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ആ മരുന്ന് കുടിച്ചിട്ട് ഇവൾക്ക് ഭേദമുണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ, ഓടി എവിടുന്ന് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പറഞ്ഞു വിടണം കേട്ടോ. അപ്പോഴേക്കും വേദക്ക് ഇരട്ടി വേദന വന്നു തുടങ്ങുകയാണ്. അങ്ങനെ പത്മയുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ കിട്ടുകയാണ്. പക്ഷെ ആ തുണി കെട്ടിയല്ലാതെ നന്ദിനി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. വേദന മാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ സൂര്യ ഒരിക്കലും അനുവദിക്കില്ല ഇത് കെട്ടാൻ. ഇനി സൂര്യ പറഞ്ഞിട്ട് തന്നെ വേദക്ക് ഇത് കെട്ടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാവേ.